ഉപദേശങ്ങൾ സ്വീകരിക്കുന്നത് നിർത്തുക. ഒരുപാട് ഉപദേശങ്ങൾ തേടാതിരിക്കുക. സ്വന്തം അനുഭവത്തിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കുക. തെറ്റ് പറ്റും. ഹലോ, ഒരു കാര്യം ഞാൻ പറയാം. ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവും. അബ്രോഡ് പഠിക്കാൻ വരുമ്പോൾ എടുക്കുന്ന കോളേജ് നല്ലതാണോ, ഈ കോളേജ് മതിയോ, ഇതിലും നല്ല കോളേജിൽ പഠിക്കാൻ പോകണോ, ഫീസ് കൂടുതലായോ, അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ പാർട്ട് ടൈം ജോബ് കിട്ടുമോ, കിട്ടില്ലേ, ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നാട്ടിലെ ലോൺ അടയ്ക്കാൻ പറ്റുമോ, ഒരുപാട് സംശയമുണ്ടാവും. മുഖലക്ഷണമെന്ന് പറയട്ടെ, ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള മുഖമാണ്. 5 രൂപ തന്നെ 2 രൂപയുടെ ഫലം പറയും. സംശയം എല്ലാം നല്ലതാണ്, ഒരു കുഴപ്പമില്ല. ബട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിലെല്ലാം പറഞ്ഞ പോലെ ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു ലിസൺ ടു യുവർ ഹാർട്ട്. നമ്മൾ വെറുതെ ഒരുപാട് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഒരുപാട് ആൾക്കാരുടെ അടുത്ത് ഒപ്പീനിയൻ ചോദിക്കാൻ പോകുമ്പോൾ അവരെല്ലാവരും അവരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടായിരിക്കും സംസാരിക്കുക. ഒരിക്കലും അവർ നിങ്ങളുടെ സർക്കംസ്റ്റാൻസസോ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടോ കണ്ടിട്ടായിരിക്കില്ല സംസാരിക്കുക. അവരവരുടെ എക്സ്പീരിയൻസ് എന്നായിരിക്കും എപ്പോഴും സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഏത് രാജ്യത്ത് വന്നാലും ജോലി കിട്ടും, ജോലി കിട്ടാതിരിക്കുകയൊന്നുമില്ല. പിന്നെ പഠിക്കുന്ന കോളേജ് എത്ര നല്ലതാവണം എന്നുള്ളത് അത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി നടത്തുക, ആ കോളേജ് നല്ലതാണോ മോശമാണോ റിവ്യൂ നോക്കുക, പഠിച്ച സ്റ്റുഡൻസിന് മെസ്സേജ് അയച്ച് നോക്കുക. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇഫ് യു ആർ പേയിങ് 15,000 euros or 20,000 euros per year, അല്ലെങ്കിൽ ഫോർ 2 years യു ആർ സ്പെൻഡിങ് 30 lakhs rupees, ഇതൊക്കെ സ്പെൻഡ് ചെയ്യുന്നത് വെർത്താണോ എന്ന് ചെക്ക് ചെയ്യണം. കാരണം മേ ബി ആഫ്റ്റർ ഓൾ ഒരു MBA എടുത്തത് കൊണ്ട് ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ വലിയ മാറ്റങ്ങളൊന്നും വരാൻ പോകുന്നില്ല. അത് എപ്പോഴും ഒരു കൺട്രിയിൽ വരുമ്പോൾ ആ കൺട്രിയുടെ ലാംഗ്വേജ് പഠിക്കുന്നത് നന്നായിരിക്കും. എംപ്ലോയബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യും. പ്ലസ് വർക്ക് എക്സ്പീരിയൻസ് പ്രീവിയസ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. അല്ലാതെ ഫ്രഷ് ഔട്ട് ഓഫ് ദ കോളേജ് സ്ട്രെയിറ്റ് ടു MBA അഡ്മിഷൻ കിട്ടാൻ എളുപ്പമായിരിക്കും. പക്ഷേ ഒരു കമ്പനിയിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ യു സ്റ്റിൽ ഫ്രഷറാണ്. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിരിക്കും എപ്പോഴും. സോ പല രീതിയിൽ ഇതിൽ കാണും. ഒന്ന്, ഇവിടെ സർവൈവ് ചെയ്യാൻ വരുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ പഠിച്ചിട്ട് തിരിച്ചു പോകാൻ വരുന്ന ആൾക്കാരുണ്ട്. പഠിച്ചിട്ട് തിരിച്ചു പോകാൻ വരുന്ന ആൾക്കാർ പൈസ ആയിട്ടായിരിക്കും വരിക. പണം എനിക്കൊരു പ്രശ്നമല്ല. അവർക്ക് പാർട്ട് ടൈം ജോബിന് പോകേണ്ട ആവശ്യമില്ല, ജോലി തപ്പേണ്ട ആവശ്യമില്ല, ഓൾറെഡി ബാക്കപ്പ് വീട്ടിലുണ്ട്. ഇവിടെ 1-2 വർഷം വരിക, ട്രൈ ചെയ്യുക, കിട്ടിയില്ലെങ്കിൽ തിരിച്ചു പോവുക, ബിസിനസ് നോക്കി നടത്തുക, അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയിൽ ജോലി പറഞ്ഞു വെച്ചിട്ടുണ്ടാവും, സെറ്റ് ആയിട്ടുണ്ടാവും, അത് ജോലി ചെയ്യാൻ പോവുക. ഇതൊക്കെ തന്നെ ആയിരിക്കും ഒരു 25% ആൾക്കാരുടെ ഒരു തീരുമാനങ്ങൾ. ബാക്കിയൊരു കുറച്ച് ആൾക്കാർ ഇവിടെ വരുന്നത് വരണം, പാർട്ട് ടൈം ജോബ് ചെയ്യണം, അല്ലെങ്കിൽ ലോൺ അടച്ച് തീർക്കണം, അത് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇവിടെ സർവൈവ് ചെയ്യണം. അതൊക്കെ തന്നെയാണ് സർവൈവൽ. എല്ലാം എപ്പോഴും നടക്കും. ദുബായിലുള്ളതും നാട്ടിലുള്ളതും എല്ലാം പോയി ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ഞാൻ മുംബൈ തെരുവുകളിൽ തേരാപ്പാര നടക്കുകയാണ്. പൈസ ഉണ്ടാക്കാം, പക്ഷെ ഒരു കരിയർ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ഉത്തരമില്ല. അത് ആർക്കും ഒരു ഉത്തരം ഉണ്ടാവില്ല. ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ ദ ടൈം, ഡിപ്പെൻസ് അപ്പോൺ ദ പീപ്പിൾ ഹൂ യു മീറ്റ്, ഹൂം യു ആർ വിത്ത്. അല്ലെങ്കിൽ ലക്ക് ഫാക്ടർ ഉണ്ടല്ലോ കുറേയൊക്കെ. നമ്മൾ വരുന്ന സമയം, സ്ഥലം, സംസാരിക്കുന്ന ആൾക്കാർ, പരിചയപ്പെടുന്ന ആൾക്കാർ, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമുക്കൊരു ജോലി കിട്ടുന്ന കാര്യമാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്യുന്ന കാര്യമാണെങ്കിലും മോസ്റ്റ് ഓഫ് ദ കമ്പനീസ് ഇപ്പോൾ പ്രിഫർ ചെയ്യുന്നത് റെഫറൻസസ് വെച്ചിട്ടാണ്. നമ്മളൊരു കമ്പനിയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കൂടുതലും ആ ഒരു റെഫറൻസസ് ഇതൊക്കെ നോക്കും. ഇതിൻ്റെ അഭിപ്രായം ഉണ്ടാവട്ടെ എപ്പോഴും. ഇതന്നെ ഞാൻ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഇതിനെതിരെ അഭിപ്രായം ഉണ്ടാവും എപ്പോഴും. ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് വെച്ച് മുന്നോട്ട് പോവുക. ഒരിക്കലും മറ്റുള്ളവരുടെ സ്റ്റോറീസോ സ്റ്റാറ്റസോ അവരടിച്ചു പൊളിക്കുന്ന കാര്യങ്ങളോ കണ്ടിട്ട് ഒരിക്കലും അതിൻ്റെ പുറകെ പോവാതിരിക്കുക. സർവൈവ് ചെയ്യുക, കരിയർ ബിൽഡ് ചെയ്യാൻ ട്രൈ ചെയ്യുക, അതിനെ കൂടുതൽ അടിച്ചു പൊളിക്കുക. വന്നിട്ട് കോഴ്സ് ഡ്രോപ്പ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരല്ല. 18 വയസ്സ് കഴിഞ്ഞിട്ട് വരുന്ന ആൾ കുറച്ച് പിള്ളേരുണ്ട് ഡിഗ്രിക്ക് പഠിക്കാനായിട്ട് യൂറോപ്പിൽ വരുന്നത്. ഇവർ ഡിഗ്രിക്ക് പഠിക്കാൻ ഇവിടെ വന്നിട്ട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യില്ല. ഇവർ സൂപ്പർ മാർക്കറ്റിലോ അവിടെയൊക്കെ ജോലിക്ക് പോകും. ബിക്കോസ് ലോൺ ഉണ്ട്, ലോൺ അടച്ചു തീർക്കണം. അപ്പോൾ ഇത്രയും 18-19 വയസ്സിൽ തന്നെ ലോൺ എടുത്തിട്ടാണ് വരുന്നത്. എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് കുറച്ച് ലോൺ ഇവിടുന്ന് ഈ ബാങ്കിൽ. അപ്പോൾ ഈ ലോൺ അടച്ചു തീർക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമില്ല. അത് എഡ്യൂക്കേഷൻ ലോണായിരിക്കും, ചിലപ്പോൾ പ്രോപ്പർട്ടി വെച്ചിട്ട് കൊളാട്രൽ വെച്ചിട്ടുള്ള ലോണായിരിക്കും. അതൊക്കെ ഒരു വലിയ ബേർഡനാണ്. അപ്പോൾ പേരൻസ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇവർ ചെന്നപ്പോൾ തന്നെ ഇവർക്ക് ഇവിടെ ജോലി എടുത്തു വെച്ചിട്ടുണ്ട്, ആ ജോലി ചെയ്യുമ്പോൾ 2 ലക്ഷം 3 ലക്ഷം ശമ്പളം വരും.
അതൊന്ന് ഇവിടെ ഒരു 1 ലക്ഷത്തോണ്ട് അടിച്ച് പൊളിച്ചിട്ട് ബാക്കി 2 ലക്ഷം അയച്ചു തരണം, അങ്ങനെയൊക്കെ ആയിരിക്കും പ്ലാൻ ഉണ്ടാവുക. പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഇവർ ഡ്രോപ്പ് ചെയ്യുന്ന കുട്ടികൾ അറിയാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ കരിയറാണ് നശിപ്പിക്കുന്നത്. ആഫ്റ്റർ 3 years ഒന്ന് പുറകിലേക്ക് നോക്കുമ്പോൾ ഇവർക്ക് പറയാനൊരു ഡിഗ്രി ഇല്ല, ഒരു ക്വാളിഫിക്കേഷൻ ഇല്ല, ലാംഗ്വേജ് ഇമ്പ്രൂവ് ആയോ ചിലപ്പോൾ അതും ഉണ്ടാവില്ല. ചിലപ്പോൾ ഇനി വർക്ക് എക്സ്പീരിയൻസ് ആണെങ്കിലോ ചെറിയ വർക്ക് എക്സ്പീരിയൻസ് ആയിരിക്കും ഉണ്ടാവുക. അത് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ലോങ് റണ്ണിന് എന്തായാലും പറ്റില്ല. ഷോർട്ട് റൺ ഒരു 5-6 years ഒക്കെ സർവൈവ് ചെയ്യാൻ പറ്റും. അത് വെച്ചിട്ട് നാട്ടിൽ തിരിച്ചു പോയി എന്ന് തന്നെ ഇരിക്കട്ടെ, ഒരു 4 വർഷം കഴിഞ്ഞിട്ട് ലോൺ അടച്ച് തീർന്നു. ഇനി എന്ത്? ക്വാളിഫിക്കേഷൻ ഉണ്ടോ? ഇല്ല. വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ? ഇല്ല. കാണിക്കാൻ പറ്റില്ല വർക്ക് എക്സ്പീരിയൻസ്. ചിലപ്പോൾ സൂപ്പർ മാർക്കറ്റിലായിരിക്കും നിന്നിട്ടുണ്ടാവുക, തെറ്റില്ലാത്തൊരു സാലറി ഉണ്ടാവും. ഒരു 2 ലക്ഷം രൂപ അല്ലെങ്കിൽ സാലറി കിട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ അത് നമുക്ക് എക്സ്പീരിയൻസ് ആയിട്ട് കാണിക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാനേ ഒരു ഓപ്ഷനുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഓരോ സർക്കംസ്റ്റാൻസസ് ആണ് എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത്. വരുന്നുണ്ടെങ്കിൽ പഠിക്കാനായിട്ട് തന്നെ വരണം. പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ അടിച്ചുപൊളിയും ലോൺ അടയ്ക്കലും അതെല്ലാം ചെയ്യാൻ പറ്റും, പറ്റായിക്കൊന്നുമില്ല, എല്ലാം പറ്റും. എവറിത്തിങ് ഈസ് പോസിബിൾ. ഉപദേശങ്ങൾ സ്വീകരിക്കുന്നത് നിർത്തുക, ഒരുപാട് ഉപദേശങ്ങൾ തേടാതിരിക്കുക, സ്വന്തം അനുഭവത്തിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കുക. തെറ്റ് പറ്റും, തെറ്റെന്നല്ല എല്ലാവരും പഠിക്കുകയുള്ളൂ. തെറ്റ് പറ്റും, റെക്ടിഫൈ ചെയ്യുക, എന്ത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് ശ്രമിക്കുക, എന്നിട്ട് മുന്നോട്ട് പോവുക. അതാണ് ഏറ്റവും വലിയ കാര്യം. ഞാൻ പോകുന്നു. ബൈ ബൈ.